Here we discuss about certificate of deposit, one of the money market instrument. Certificate of deposit implies an unsecured negotiable money market instrument issued by commercial bank and selected financial institutions permitted by RBI. It is issued in dematerialized form. RBI introduced a certificate of deposit in 1989. It is a time deposit issued at a discount rate. It is a fixed interest bearing term deposit. അപ്പോൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൻ്റെ മെയിൻ പോയിന്റ്സ് ആണ് കണ്ടത്. ഇറ്റ് ഈസ് ആൻ അൺസെക്യൂർഡ് വൺ, അതുപോലെ തന്നെ നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഇഷ്യൂ ചെയ്യും, അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യും. സെലക്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ പെർമിഷൻ ഉള്ളതായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ബോത്ത് ആർ ഇഷ്യൂഡ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഡിമാറ്റ് ഫോം ഓർ ഇലക്ട്രോണിക് ഓർ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം. ട്രഷറി ബില്ല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ട്രഷറി ബില്ല് നമുക്ക് ഫിസിക്കൽ ഫോമിലും ഡിമാറ്റ് ഫോമിലും അവൈലബിൾ ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ഇൻ ഡിമാറ്റ് ഫോം ഓർ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം. Okay, RBI introduced a certificate of deposit in the year 1989. It is a time deposit. Time deposit ആയതുകൊണ്ട് തന്നെ it has a fixed interest bearing. ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ടേം ഡെപ്പോസിറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. CD issued at a discount rate. നേരത്തെ നമ്മൾ ട്രഷറി ബില്ല് പോലെ തന്നെ issued at a discount rate. Then features of certificate of deposit. What are the features? First point, eligibility. Not all institutions or banks are allowed to issue certificates of deposit, and not every individual or organization can purchase. There are certain conditions laid down by the RBI that allow the purchase of CDs. First point തന്നെ eligibility ആണ്. ആദ്യം പറഞ്ഞു, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അല്ലെങ്കിൽ ബാങ്കുകൾക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. നോട്ട് എവറി ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ക്യാൻ പർച്ചേസ്. എല്ലാ ഇൻഡിവിജ്വൽസിനെയും എല്ലാ ഓർഗനൈസേഷൻസിനെയും ഇത് പർച്ചേസ് ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, ദർ ആർ സർട്ടൈൻ കണ്ടീഷൻസ് ലേഡ് ഡൗൺ ബൈ ദ RBI ദാറ്റ് അലൗ ദ പർച്ചേസ് ഓഫ് CD പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് RBI ഗൈഡ് ലൈൻസ് ഉണ്ട്. അവർക്ക് മാത്രം, ആ ബാങ്കുകൾക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മാത്രമാണ് ഇത് പർച്ചേസ് ഇൻവെസ്റ്റ്, അതായത് ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള പെർമിഷൻ ഉള്ളൂ. ദെൻ ട്രാൻസ്ഫറബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. സെക്കൻഡ് പോയിന്റ്, ട്രാൻസ്ഫറബിലിറ്റി. സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ഡിമാറ്റ് ഫോം മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് ഫോളോഡ് ബൈ ഡിമാറ്റ് സെക്യൂരിറ്റി. ഇഷ്യൂ ചെയ്യുന്നത് ഡിമാറ്റ് ഫോമിലാണ്, അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യേണ്ടത് ഡിമാറ്റ് സെക്യൂരിറ്റീസിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ദെൻ റിസർവ് റിക്വയർമെന്റ്. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു കീപ് CRR ആൻഡ് SLR ഓൺ ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഇഷ്യൂ പ്രൈസ് ബാങ്ക്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് മെയിനായിട്ടും ടു കീപ് CRR ആൻഡ് SLR റിക്വയർമെന്റ്. CRR SLR റിക്വയർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ബാങ്ക് ഈ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ മെച്യൂരിറ്റി പീരീഡ്. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം 7 days to 1 year. നമ്മൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് സെലക്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന CDSന്റെ മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം 7 days to 1 year. 7 day മിനിമം അപ് ടു 1 year വരെയാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൻ്റെ റേഞ്ച്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെച്യൂരിറ്റി പീരീഡ് റേഞ്ച് ചെയ്യുന്നത് 1 year to 3 years ആണ്. മിനിമം 1 year ആണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. ദെൻ ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 3 years. നെക്സ്റ്റ് പോയിന്റ്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അതായത് മിനിമം ബിഡ് എന്ന് ഒരു ടേം കണ്ടു ട്രഷറി ബില്ലിൽ. അതുപോലെ തന്നെ മിനിമം ബിഡ് ഓർ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്.
A CD can be issued to a single issuer for a minimum of rupees 1 lakh and its multiples. ഒരു സിംഗിൾ ഇഷ്യൂറിന് CD ഇഷ്യൂ ചെയ്യുന്ന മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് rupees 1 lakh ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾസും അപ്പോൾ 1 lakh 2 lakh 3 lakh അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. ട്രഷറി ബില്ലിൽ നമ്മൾ കണ്ടത് 25,000 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ആയിരുന്നു. ഇവിടെ 1 lakh. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. Then non-availability of loan. Since these instruments do not have any lock-in period, banks do not grant loans against them. In fact, banks cannot even buy back security of deposit before maturity. ഇതിൻ്റെ വേറൊരു ഫീച്ചർ നോൺ അവൈലബിലിറ്റി ഓഫ് ലോൺ ആണ്. നമ്മൾ സെക്കൻഡ് സ്ലൈഡിൽ കണ്ടു ഇറ്റ് ഇസ് എ ടേം ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ പോലും ബാങ്ക്സ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺ. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ ഗ്രാൻഡ് ചെയ്യില്ല. ലോൺ ഗ്രാൻഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോക്ക് പീരീഡ് ഇല്ല. ആ ഒരു മെച്യൂരിറ്റി 7 days to 1 year വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് 7 days to 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ലോക്ക് പീരീഡ് പറയാത്തതുകൊണ്ട് തന്നെ ബാങ്ക്സ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺസ് അഗെയിൻസ്റ്റ് ദം. In fact, banks cannot even buy back certificate of deposit before maturity. മെച്യൂരിറ്റിയുടെ മുൻപ് ബാങ്ക്സ് ഇത് ഒരിക്കലും തിരിച്ച് എടുക്കുകയും ചെയ്യില്ല. Then discount offered. Certificate of deposit issued at a discount rate. Certificate of deposit ഇഷ്യൂ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ്. Then CDs can only be issued to ആർക്കൊക്കെയാണ് CDs ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽസിന് ഇഷ്യൂ ചെയ്യും, അതുപോലെ തന്നെ കമ്പനീസ്, ഫണ്ട് ഹൗസസ്, ഈ 3 ഗ്രൂപ്പിനെയാണ് മെയിനായിട്ടും CDs ഇഷ്യൂ ചെയ്യുന്നത്. CDs can be issued to non-residential Indians. അതായത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻസിനെയും CDs ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ പറഞ്ഞത് ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ഫണ്ട് ഹൗസസ് ആൻഡ് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ്. ഇതിനെല്ലാം ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. RBIയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഇൻഡിവിജ്വൽസിനെയും കമ്പനീസിനെയും എല്ലാം തന്നെ CDs ഇഷ്യൂ ചെയ്യുകയുള്ളൂ. Financial institutions cannot provide loans against the certificate of deposit. Certificate of depositന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. Then benefits of certificate of deposit. മെയിനായിട്ടും 2 ബെനിഫിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ CDs ഗെറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ സേവിങ് അക്കൗണ്ട്. റിസ്ക് ഫ്രീ ആണ്, അതുപോലെ തന്നെ CDsന് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് സാധാരണയുള്ള ഒരു സേവിങ് അക്കൗണ്ടിനേക്കാളും. ദെൻ ഡിസഡ്വാൻറ്റേജസ്. ദ ബിഗസ്റ്റ് ലിമിറ്റേഷൻ ഓർ ബിഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന പോയിന്റ്, യുവർ മണി ഗെറ്റ്സ് സ്റ്റക്ക് അണ്ടിൽ ദ മെച്യൂരിറ്റി. ശരിക്കും ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, മിനിമം ബിഡ് എന്ന് പറയുന്നത് 1 lakh ആണ്. ആ എമൗണ്ട് ഇപ്പോൾ ഒരു 1 lakh ആണെന്ന് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ 1 lakh എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് മണി ആ ഒരു മെച്യൂരിറ്റി പീരീഡ് വരെ ശരിക്കും സ്റ്റക്കാണ്, അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ യുവർ മണി ഗെറ്റ് സ്റ്റക്ക് അണ്ടിൽ ദ മെച്യൂരിറ്റി, അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.